നമസ്കാരം. തിരുരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. സ്വർണ്ണ സമ്പാദ്യം ഇനി തൂബയ്ക്കൊപ്പം 40ാം വാർഷികാഘോഷത്തോടനുബന്ധിച്ച് നഞ്ചിപ്പിക്കുന്ന ഗോൾഡൻ സ്കീമുകൾ. മാസ നിക്ഷേപ പദ്ധതി മുതൽ പ്രത്യേക മംഗല്യാൻ സ്കീമിലൂടെ പണിക്കൂലിയില്ലാതെയും പണിക്കൂലിയിൽ കിഴിവുകളോടെയും രജിസ്റ്റർ ചെയ്യാനും കൂടുതൽ അറിയാനും 9084 നിങ്ങളുടെ ഇഷ്ട സ്വർണ്ണമണിയാം ഇഷ്ടം പോലെ. ഇരട്ട മരണത്തിന്റെ ഞെട്ടലിൽ വൈലത്തൂർ. ഓട്ടോമാറ്റിക് ഗേറ്റിനിടയിൽ കുടുങ്ങി 9 വയസ്സുകാരന്റെ മരണവും വിവരമറിഞ്ഞ കുട്ടിയുടെ വല്യുമ്മ ആശുപത്രിയിൽ കുഴഞ്ഞു വീണ് മരിച്ചതും വൈലത്തൂരിലെ പ്രദേശവാസികളെ ആകെ ദുഃഖത്തിലാഴ്ത്തി. കുട്ടിയെ പുറത്തെടുത്തത് വിദേശത്തായിരുന്ന വീട്ടുടമയെ ഫോണിൽ വിളിച്ച് ഫോണിലെ സംവിധാനം ഉപയോഗിച്ച് തുറന്ന ശേഷം. വൈലത്തൂർ ചിലവിൽ ചങ്ങണംകാട്ടിൽ കുന്നശ്ശേരി അബ്ദുൽ ഗഫൂറിൻ്റെയും സാജിലയുടെയും മകൻ മുഹമ്മദ് സിനാനാണ് ഗേറ്റിനിടയിൽ കഴുത്തു കുടുങ്ങി മരിച്ചത്. വിവരമറിഞ്ഞ് ആശുപത്രിയിലെത്തിയ ഗഫൂറിൻ്റെ മാതാവ് പാങ്ങ് കല്ലങ്ങാട്ടുകുഴിയിൽ ആസിയ രാത്രി 12 മണിയോടെയാണ് കുഴഞ്ഞു വീണ് മരിച്ചത്. നാട്ടിൽ കളിച്ചു നടന്നിരുന്ന സിനാന്റെ ദാരുണമായ മരണം വീട്ടുകാരെയും ബന്ധുക്കളെയും മാത്രമല്ല പരിസരവാസികളെയാകെ ദുഃഖത്തിലായിത്തീരുന്നു. അതിനിടയിലുണ്ടായ ആസിയയുടെ മരണവും എല്ലാവരെയും തളർത്തി. കഴുത്തിനേറ്റ പരിക്കാണ് മുഹമ്മദ് സിനാന്റെ മരണകാരണമെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത്. തിരൂർ ജില്ലാ ആശുപത്രിയിലായിരുന്നു മുഹമ്മദ് സിനാന്റെ പോസ്റ്റ്മോർട്ടം നടന്നത്. 2 ഭാഗത്തു നിന്നുമുള്ള സമ്മർദ്ദത്തെ തുടർന്ന് കഴുത്തിനേറ്റ പരിക്കാണ് മരണകാരണമെന്നതാണ് പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത്. കഴുത്ത് ഒടിഞ്ഞിട്ടുണ്ടെന്നും റിപ്പോർട്ടിൽ പറയുന്നു. തിരൂർ ആലിൻചുവട് MET സ്കൂൾ 4ാം ക്ലാസ് വിദ്യാർത്ഥിയാണ് സിനാൻ. ഇന്നലെ വൈകുന്നേരം 4 മണിക്കാണ് സംഭവം. വീട്ടിൽ നിന്ന് അസർ നിസ്കാരത്തിനായി പള്ളിയിലേക്ക് പോയ സിനാനെ അയൽവീട്ടിലെ ഓട്ടോമാറ്റിക് ഗേറ്റിനുള്ളിൽ കഴുത്ത് കുടുങ്ങിയ നിലയിലായിരുന്നു കണ്ടത്. സാധാരണ ഈ വീട്ടിലെ ഗേറ്റ് വഴി തന്നെയാണ് സിനാൻ പോകാറുള്ളത്. എല്ലാവരും ഹജ്ജിന് പോയതിനാൽ അപകടം സംഭവിച്ച ഗേറ്റുണ്ടായിരുന്ന വീട്ടിൽ ആരും തന്നെ ഇല്ലായിരുന്നു. നീങ്ങി വരുന്ന ഗേറ്റിൻ്റെയും മതിലിൻ്റെയും ഇടയിലാണ് കുട്ടി കുടുങ്ങിക്കിടന്നിരുന്നത്. ഇതുവഴി കടന്നു പോവുകയായിരുന്ന അധ്യാപകൻ കൂടിയായ NK അമീറാണ് കുഞ്ഞിനെ രക്ഷപ്പെടുത്തിയത്. ഗേറ്റ് തുറക്കാൻ സാധിക്കാതെ വന്നതോടെ വീട്ടുടമയെ ഫോണിൽ വിളിച്ച് ഉടമയുടെ ഫോണിൽ ഉണ്ടായിരുന്ന സംവിധാനം വഴി ഗേറ്റ് തുറക്കുകയായിരുന്നു. കുഞ്ഞിൻ്റെ കഴുത്താണ് ഗേറ്റിനും മതിലിനും ഇടയിൽ കുടുങ്ങിയിരുന്നെന്ന് രക്ഷപ്പെടുത്തിയ അധ്യാപകൻ പറഞ്ഞതായാണ് വിവരം. ഉടൻ വൈലത്തൂരിലെ ക്ലിനിക്കിലും തുടർന്ന് കോട്ടയ്ക്കലിലെ സ്വകാര്യ ആശുപത്രിയിലും എത്തിച്ചെങ്കിലും മരണപ്പെട്ടിരുന്നു. ഗേറ്റ് തുറന്ന ഉടൻ തന്നെ കുട്ടി അത് അടയ്ക്കാൻ ശ്രമിച്ചതാണ് അപകടത്തിന് കാരണമായതെന്നാണ് കൽപ്പകഞ്ചേരി പോലീസിൻ്റെ നിഗമനം. പൂർണ്ണമായും പുറത്തേക്ക് കടക്കാതെ ഇരുന്നതോടെ ഗേറ്റിലെ സെൻസറിന് കുട്ടി കുടുങ്ങിയത് മനസ്സിലാക്കാൻ സാധിച്ചില്ല. ഇതോടെ കഴുത്ത് കുരുങ്ങി ശ്വാസം കിട്ടാതെ കുഞ്ഞ് ഗേറ്റിനിടയിൽ പെട്ടുപോയി. തുടർന്ന് മൊബൈൽ ഫോണിലെ സംവിധാനം ഉപയോഗിച്ച് തുറക്കുകയായിരുന്നുവെന്ന് പോലീസ് പറയുന്നു. വിവരമറിഞ്ഞ് ആശുപത്രിയിലെത്തിയ കുട്ടിയുടെ പിതാവ് ചിലവിൽ സ്വദേശി ചെങ്ങണക്കാട്ടിൽ കുന്നശ്ശേരി ഗഫൂറിൻ്റെ ഉമ്മയും കുഞ്ഞലവി ഹാജിയുടെ ഭാര്യ വൈലത്തൂർ ചിലവിൽ സ്വദേശി ചെങ്ങണക്കാട്ടിൽ കുന്നശ്ശേരി ആസിയ ഹജ്ജുമ രാത്രി 12 മണിയോടെയാണ് കുഴഞ്ഞു വീണു മരിച്ചത്. മരണവാർത്ത അറിഞ്ഞ ആഘാതത്തിൽ ഹൃദയസ്തംഭനം ഉണ്ടായാണ് മരണം എന്നാണ് അറിയുന്നത്. ചിലവിൽ മഹല്ല് പ്രസിഡന്റ് കുഞ്ഞലവി ഹാജിയുടെ ഭാര്യയാണ് ആസിയ. ഇരുവരെയും ഇന്ന് വൈലത്തൂർ ചിലവിൽ ജുമാ മസ്ജിദിൽ ഖബറടക്കി. ന്യൂസ് ഡെസ്ക് തിരൂർ.